ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജി എസ് ടിയിലുള്ള കോമ്പോസിഷൻ സ്കീമിനെ പറ്റിയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ കോമ്പോസിഷൻ സ്കീമിനെ പറ്റി നിങ്ങൾക്കൊരു 100% നോളജ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. സോ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും കാണുക. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ഈ കാണുന്നതൊക്കെ. വാട്ട് ഈസ് കോമ്പോസിഷൻ സ്കീം, എന്താണ് കോമ്പോസിഷൻ സ്കീം എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പോസിഷൻ സ്കീം, ഗവൺമെൻറ് ജി എസ് ടിയിൽ കോമ്പോസിഷൻ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഓബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എലിജിബിലിറ്റി ഫോർ കോമ്പോസിഷൻ സ്കീം, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ജി എസ് ടിയിലെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ജി എസ് ടിയിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കീ കണ്ടീഷൻസ് ഓഫ് കോമ്പോസിഷൻ സ്കീം, ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്ലയർ ചില കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ദെൻ പേഴ്സൺ നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം, ആർക്കൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം, കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന ജി എസ് ടിയിലുള്ള ഈ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലയർ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കേണ്ടി വരിക. ദെൻ ബില്ലോ സപ്ലൈ അണ്ടർ കോമ്പോസിഷൻ സ്കീം, കോമ്പോസിഷൻ സ്കീമിൽ ബില്ലോ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റിട്ടേൺസ് അണ്ടർ കോമ്പോസിഷൻ സ്കീം, ജി എസ് ടിയിലുള്ള വിവിധ തരത്തിലുള്ള റിട്ടേൺസുകൾ, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് കവർ ചെയ്യാം. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ എന്താണ്, വാട്ട് ഈസ് കോമ്പോസിഷൻ സ്കീം, എന്താണ് കോമ്പോസിഷൻ സ്കീം എന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ജി എസ് ടിയിൽ എന്താണ് കോമ്പോസിഷൻ സ്കീം എന്ന് കവർ ചെയ്യാനുണ്ട്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 10 ഓഫ് സി ജി എസ് ടി ആക്ട് 2017, 2017 സി ജി എസ് ടി ആക്ടിലെ സെക്ഷൻ 10 പ്രകാരമാണ് ജി എസ് ടിയിൽ ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് ഗവൺമെന്റ്. The GST composition scheme is a simplified tax scheme for small taxpayers with an annual turnover up to a prescribed limit. ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ചെറുകിട സംരംഭകർക്ക് വേണ്ടിയിട്ട്, ഇടത്തരം സംരംഭകർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ജി എസ് ടി കൗൺസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. ദെൻ ഇറ്റ് അലൗസ് എ സ്മോൾ ടാക്സ് പേയേഴ്സ് to pay tax at a fixed lower rate on their turnover and submit returns quarterly. ഒരു നിശ്ചിത prescribed ലിമിറ്റ്, ഒരു നിശ്ചിത ടേൺ ഓവർ താഴെയുള്ള സപ്ലയേഴ്സിന്, ബിസിനസ്സുകാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്ലയർ, ഒരു കച്ചവടക്കാരൻ, സാധാരണ ജി എസ് ടി റെഗുലർ സ്കീം എടുത്തിട്ടുള്ള ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു സപ്ലയറെ പോലെ മന്ത്ലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ക്വാർട്ടറിൽ എന്ത് ചെയ്താൽ മതി, 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്താൽ മതി, റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. സോ അതാണ് കോമ്പോസിഷൻ സ്കീം. സോ ജി എസ് ടി കംപ്ലയൻസിന്റെ ബേർഡനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പേപ്പർ വർക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ചെറുകിട സംരംഭകർക്ക് വേണ്ടിയിട്ട്, ഇടത്തരം സംരംഭകർക്ക് വേണ്ടിയിട്ട് ജി എസ് ടി കൗൺസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് സി ജി എസ് ടി ആക്ട് 2017 സെക്ഷൻ 10 പ്രകാരമാണ്. ഒരു നിശ്ചിത ടേൺ ഓവറിന് താഴെയുള്ള സപ്ലയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ജി എസ് ടിയിൽ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്ലയർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജി എസ് ടിയിൽ റെഗുലർ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലയേഴ്സിനെ പോലെ മന്ത്ലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഗവൺമെന്റിലേക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാർട്ടർലി ഒരു ഫിക്സഡ് റേറ്റിൽ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വാട്ട് ഈസ് കോമ്പോസിഷൻ സ്കീം, എന്താണ് കോമ്പോസിഷൻ സ്കീം എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താ പറ്റിയാണ്, ഓബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പോസിഷൻ സ്കീം. ഗവൺമെന്റ് അഥവാ ജി എസ് ടി കൗൺസിൽ ഈ കോമ്പോസിഷൻ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഓബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, റെഡ്യൂസ് ജി എസ് ടി കംപ്ലൈൻസ് ബേർഡൻ. നമ്മൾ പറഞ്ഞു ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മന്ത്ലി റിട്ടേൺസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ജി എസ് ടി R1, GS3, 3B പോലുള്ള റിട്ടേൺസുകൾ മന്ത്ലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെഗുലർ ഡീലേഴ്സിനെ പോലെ
അടയ്ക്കേണ്ട ആവശ്യമില്ല. ക്വാർട്ടർലി എന്ത് ചെയ്താൽ മതി, 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്താൽ മതി, റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. സോ ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിലുള്ള ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പോസിഷൻ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ്, സിമ്പിൾ ടാക്സ് കാൽക്കുലേഷൻ. നമ്മൾ പറഞ്ഞു ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ എന്ത് ചെയ്യേണ്ട, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി, 3 മാസം കൂടുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് അവരുടെ ടേൺ ഓവറിൻ്റെ 3 മാസം കൂടുമ്പോഴുള്ള ടേൺ ഓവറിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചാൽ മതി. സോ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുമില്ല. ടേൺ ഓവറിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. സോ സിമ്പിളായിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് വൺ, ക്വാർട്ടർലി ടാക്സ് പേയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു മന്ത്ലി അല്ല, കോമ്പോസിഷൻ സ്കീമിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴാണ് എന്തടയ്ക്കുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ദെൻ ഫോർത്ത് വൺ, ഹെൽപ്ഫുൾ ഫോർ ബിസിനസ് വിത്ത് ലോ ടേൺ ഓവർ. കുറച്ച് ടേൺ ഓവറുള്ള ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന ഒരു സ്കീമാണ് ഈ കോമ്പോസിഷൻ സ്കീം. ദെൻ കാരണം അത് ലിമിറ്റഡ് പേപ്പർ വർക്ക്, ചെറിയ പേപ്പർ വർക്ക്, GST സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അക്കൗണ്ടൻറ്റിനെ വെച്ചിട്ടില്ലാതെയും ട്രേഡർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റും. സോ ലിമിറ്റഡ് ആയിട്ടുള്ള പേപ്പർ വർക്ക്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സോ ഈ GST റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് GST കൗൺസിൽ ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന സ്കീം ചെറുകിട സംരംഭകർക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോമ്പോസിഷൻ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എലിജിബിലിറ്റി ഫോർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ആർക്കാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് നോക്കാം. എല്ലാവർക്കും കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാൻ പറ്റുമോ? ടാക്സബിൾ പേഴ്സൺ അണ്ടർ GST ഹൂസ് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഇൻ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ബിലോ 1.5 crore ഓർ 75 lakh ഇൻ ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടിക്ക് താഴെ വിറ്റുവരവുള്ള ഒരു ട്രേഡർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലാണെങ്കിൽ ആ 1.5 കോടിയുള്ള എന്തായി മാറും, 75 lakh മാറും. സോ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം പോലുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളുണ്ട് GSTയിൽ. അവർക്ക് 75 ലക്ഷമാണ് ടേൺ ഓവർ. അപ്പോൾ 75 ലക്ഷം അതിൻ്റെ താഴെയുള്ള ടേൺ ഓവറുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ളൊരു സപ്ലയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കേരള പോലുള്ള നോർമൽ സ്റ്റേറ്റിലെ ഒരു ട്രേഡർക്ക് എപ്പോഴാണ് അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുക, അവരുടെ ടേൺ ഓവർ ബിലോ 1.5 crore 1.5 കോടിക്ക് താഴെ വരുമ്പോഴാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്ത് ചെയ്യാൻ പറ്റുക, ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആർക്കൊക്കെയാണ് ഈ ഒരു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കീ കണ്ടീഷൻസ് ഓഫ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ ചില കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ലേൺ ചെയ്യാം. ഫസ്റ്റ് വൺ, കാണ്ട് കളക്ട് GST ഫ്രം കസ്റ്റമേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. GSTയിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് GST കളക്ട് ചെയ്യാൻ പറ്റൂല. കസ്റ്റമേഴ്സിന് ഗുഡ്സോ സർവീസോ സെല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റൂല. ഇതൊരു പ്രധാനപ്പെട്ട പോരായ്മയാണ് ഈ കോമ്പോസിഷൻ സ്കീമിൻ്റെ. ദെൻ സെക്കൻഡ് വൺ, കാണ്ട് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, റെഗുലർ ഡീലേഴ്സിനെ പോലെ കസ്റ്റമേഴ്സിന് ഗുഡ്സ് സെല് ചെയ്യുന്ന സമയത്ത്, സർവീസ് സെല് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. പകരം വേറൊരു ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുക. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, കാണ്ട് ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റൂല, അവൈൽ ചെയ്യാൻ പറ്റൂല. സോ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ക്ലെയിം ചെയ്യാൻ പറ്റൂല. ദെൻ അതുപോലെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സപ്ലയർ അല്ലെങ്കിൽ ട്രേഡർ അദ്ദേഹത്തിൻ്റെ ബോർഡിൽ, ബില്ലിലും, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ബോർഡിലും, സൈൻ ബോർഡിലും, അതുപോലെ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ആ ഇൻവോയ്സിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. സോ ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യേണ്ടി വരും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡർ. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ട്രേഡർ ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേഴ്സൺ നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. ആർക്കൊക്കെയാണ്
കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ 1.5 കോടിക്ക് താഴെ വിറ്റുവരവുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? GSTയിലുള്ള ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. ആർക്കൊക്കെയാണ് GSTയിൽ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈസ്. ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ഒരു ട്രേഡർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? GSTയിലുള്ള ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. ആൻഡ് നെക്സ്റ്റ് വൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ടെമ്പററി ആയിട്ട് ബിസിനസ് നടത്തുന്ന മറ്റൊരു ലൊക്കേഷനിൽ സ്റ്റേറ്റിലൊക്കെ ബിസിനസ് നടത്തുന്നവരെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും കോമ്പോസിഷൻ സ്കീം പ്രകാരം എന്ത് ചെയ്യാൻ പറ്റൂല? GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റൂല. അതുപോലെ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇന്ത്യയിൽ റെസിഡന്റ് അല്ലാത്ത ഒരു ടാക്സബിൾ പേഴ്സണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ പേഴ്സൺ സപ്ലൈയിങ് ഗുഡ്സ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഉള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് ഒക്കെ വിൽക്കുന്ന സപ്ലൈസിന് എന്ത് ചെയ്യാൻ പറ്റൂല? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല, ചൂസ് ചെയ്യാൻ പറ്റൂല. ഈവൻ അവരുടെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ ചില ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന, ഇപ്പോൾ ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ പോലുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സപ്ലൈസിന് എന്ത് ചെയ്യാൻ പറ്റൂല? GSTയിലുള്ള ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇവരൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ. ഇവരുടെയൊക്കെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ ക്വാർട്ടർലി ഒരു ഫിക്സഡ് റേറ്റ്, അവരുടെ ടേൺ ഓവറിൻ്റെ ഫിക്സഡ് റേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിലേക്ക് GST അടക്കേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ 1% എന്ത് വരും? ടാക്സ് വരും. മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവരാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? 1% ആയിരിക്കും ടാക്സ് കൊടുക്കേണ്ടി വരിക. ആ 1%ൽ 0.5% CGSTയും 0.5% SGST ആയിരിക്കും. ഇനി ട്രേഡേഴ്സ് ആണെങ്കിൽ, ഗുഡ്സ് വിൽക്കുന്ന ട്രേഡേഴ്സ് ആണെങ്കിൽ അവരും ഈ പറഞ്ഞ 1% ആയിരിക്കും ക്വാർട്ടർലി എന്ത് ചെയ്യേണ്ടത്? GST കൊടുക്കേണ്ടത് കോമ്പോസിഷൻ സ്കീം പ്രകാരം. ആ 1%ൽ 0.5% CGSTയും 0.5% SGST ആയിരിക്കും. ഇനി റെസ്റ്റോറൻ്റ് ആണെങ്കിൽ, നോൺ ആൽക്കഹോളിക് പ്രൊഡക്റ്റ് വിൽക്കാത്ത ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അവർ 1% ആയിരിക്കില്ല, 5% ആയിരിക്കും GST പേ ചെയ്യേണ്ടി വരിക. ആ 5%ൽ 2.5% CGSTയും 2.5% SGST ആയിരിക്കും. ഇനി സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പ്രകാരമുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ അവർ 6% ആയിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക? കോമ്പോസിഷൻ സ്കീം പ്രകാരം ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരിക. സോ അത് അതിൽ 3% CGSTയും 3% SGSTയും. സോ കോമ്പോസിഷൻ സ്കീം പ്രകാരം ഗവൺമെൻറ്റിലേക്ക് കോമ്പോസിഷൻ ഡീലർ കൊടുക്കുന്ന ടാക്സിൻ്റെ 50% സെൻട്രൽ ഗവൺമെൻറ്റിനും 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണുള്ളതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ പ്രധാനമായിട്ട് വരുന്ന പെർസെൻറ്റേജുകൾ ഈ റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ 5%ഉം മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനൊക്കെ 1%ഉം സർവീസ് പ്രൊവൈഡേഴ്സിന് 6% ആണുള്ളത്. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിൽ ഓഫ് സപ്ലൈ അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമിൽ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലൈർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ദേ ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ. ടാക്സ് ഇൻവോയ്സിന് പകരം അവരെന്താ ഇഷ്യൂ ചെയ്യുക? ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. ഈ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഇൻവോയ്സിൽ എന്തൊക്കെ മാൻഡേറ്ററി ആണെന്ന് നമുക്ക് നോക്കാം. അതിൽ എന്തൊക്കെ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലയർ കസ്റ്റമേഴ്സിന് ഗുഡ്സോ സർവീസോ സെല് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ് ആണെന്ത്? ബിൽ ഓഫ് സപ്ലൈ. ആ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഇൻവോയ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? നെയിം ആൻഡ് GSTIN, ഈ കോമ്പോസിഷൻ ഡീലറുടെ പേരും അവരുടെ GST നമ്പർ ഉണ്ടായിരിക്കണം. ബിൽ നമ്പർ ആൻഡ് ഡേറ്റ്, ബില്ലിൻ്റെ നമ്പറും ഡേറ്റും ഉണ്ടായിരിക്കണം. വാല്യൂ സപ്ലൈ. ദെൻ മറ്റൊരു കാര്യം പ്രധാനമായിട്ടുണ്ടായിരിക്കണം, ബില്ലിൽ മെൻഷൻ ചെയ്യണം കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ്. ഞങ്ങളൊരു കോമ്പോസിഷൻ ഡീലറാണ്, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ളൊരു അധികാരം ഞങ്ങൾക്കില്ല, എലിജിബിലിറ്റി ഞങ്ങൾക്കില്ല എന്ന് എന്ത് ചെയ്യണം? ബില്ലിൽ മെൻഷൻ ചെയ്തിരിക്കണം, ഈ ബിൽ ഓഫ് സപ്ലൈയിൽ മെൻഷൻ ചെയ്തിരിക്കണം. സോ റെഗുലർ ഡീലേഴ്സ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കോമ്പോസിഷൻ സ്കീം എന്താ ഇഷ്യൂ ചെയ്യുക? അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് ബിൽ ഓഫ് സപ്ലൈ. ക്ലിയർ അല്ലേ? അങ്ങനെ ബിൽ ഓഫ് സപ്ലൈ എന്താണെന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റിട്ടേൺസ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ ഏതൊക്കെ റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടത്? ഇപ്പോൾ റെഗുലർ രജിസ്ട്രേഷൻ എടുത്തവർ നമുക്കറിയാം റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്
GSTR1 GST3B പോലുള്ള മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ ഏതൊക്കെ റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടി വരിക നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ CMP08 എന്ന് പറയുന്ന ഫോം പ്രകാരം ക്വാർട്ടർലി എന്ത് ചെയ്യേണ്ടി വരും? 3 മാസം കൂടുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? GST അടക്കേണ്ടി വരും, ഫിക്സഡ് പെർസെൻറ്റേജ്. ഈ CMP08 എന്ന് പറയുന്ന ഫോം പ്രകാരം ക്വാർട്ടർലി ടാക്സ് അടയ്ക്കേണ്ടത് ഒരു ക്വാർട്ടർ കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസത്തെ 18-ാം തീയതിക്കുള്ളിലാണ്. ഇപ്പോൾ ജനുവരി, ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ ആണെങ്കിൽ ജൂലൈ പിറ്റത്തെ മാസം. ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന ക്വാർട്ടറിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ ടാക്സ് അടയ്ക്കേണ്ടത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പിന്നെ വരുന്നത് പിറ്റത്തെ മാസം ജൂലൈ ആണ്. അപ്പോൾ ജൂലൈ 18-ാം തീയതിക്കുള്ളിൽ CMP08 പ്രകാരം ആ ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫോം പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ അടുത്തത് ഒരു ഫോമാണ് GSTR4 ആനുവൽ റിട്ടേൺ. റെഗുലർ ഡീലേഴ്സ് ഫയൽ ചെയ്യുന്ന പോലെ ഒരു ആനുവൽ റിട്ടേൺ എന്ത് ചെയ്യേണ്ടി വരും? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് വരും, ഫയൽ ചെയ്യേണ്ടി വരും. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ 30-ാം തീയതി ഏപ്രിലിൻ്റെ ഉള്ളിലാണ് ഈ GSTR4 എന്ന് പറയുന്ന ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു? എന്താണ് കോമ്പോസിഷൻ സ്കീം? GST കൗൺസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിലുള്ള എലിജിബിലിറ്റി എന്താണ്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ കൊടുക്കേണ്ട ടാക്സ് റേറ്റ് എന്താണ്, ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ ഫയൽ ചെയ്യേണ്ട റിട്ടേൺസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. സോ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോയുമായി കാണാം. ഫോളോ ഫോർ മോർ വീഡിയോ. താങ്ക് യു സോ മച്ച്.